ഹലോ ഗായ്സ്. സോ ഇന്ന് ഞാൻ എൻ്റെ റൂമും പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വിചാരിക്കും ഇതെന്താ എസ്തറ്റിക് അല്ലാത്തെന്ന്. സത്യം പറയട്ടെ, ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് മടി പിടിച്ച്. പിന്നെ ഞാൻ ആലോചിച്ചു അത്രയും പൈസ ഈ റൂമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, വേണ്ടാന്ന് വിചാരിച്ചു. സോ എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സമാധാനമാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ വിചാരിച്ച്. പിന്നെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അടുക്കി പെറുക്കി വെച്ച് 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 മടുക്കും. ഇപ്പം തന്നെ അടുക്കി വെച്ച് 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 എൻ്റെ ഊപ്പാടിളക്കി എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. ഇതാണ് എൻ്റെ കുഞ്ഞ ബെഡ് സ്പേസ്. കുഞ്ഞതൊന്നല്ല കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബെഡ്ഷീറ്റ്സ് ഇല്ലേ, ഇതിങ്ങനെ ഈ ഈ കർട്ടനൊക്കെ ചേരുന്ന പോലെ ഈ ബേജ് കളറ് എൻ്റെ അടുത്ത് 2 ബെഡ്ഷീറ്റും കൂടി ഉണ്ട്. ഇതൊന്ന്, പിന്നെ വേറെ ഒന്നും ഇതിനൊന്നും ചേരാത്ത നല്ലൊരു ബെഡ്ഷീറ്റും കൂടി ഉണ്ട്. സോ ടോട്ടൽ ഒരു 4 ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 4 ഡേയ്സ് ഓടുമ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. റൂമിന് വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ചേർന്ന് പോകുന്ന രീതിയിൽ കുറച്ച് ബെഡ്ഷീറ്റ് ഉണ്ട്. പിന്നെ ഈ ബ്ലാങ്കറ്റും, പിന്നെ എനിക്ക് വേറൊരു കുഞ്ഞ് ബ്ലാങ്കറ്റും കൂടി ഉണ്ട്. 2 ബ്ലാങ്കറ്റാണ് യൂസ് ചെയ്യുക. പിന്നെ നോർമലി എൻ്റെ റൂമിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ടും പിള്ളേരൊന്നുമില്ല, പിന്നെ മുതിർന്ന ആൾക്കാർ അങ്ങനെ റൂമിലോട്ട് ആരും വരാറില്ല. റൂമിലോട്ടൊന്നും ആരും വരാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ റൂം എപ്പോഴും മെസ്സി ആവാറൊന്നുമില്ല. എല്ലാവരും ചവിട്ടി കയറി അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നിരുന്ന് അങ്ങനെ റൂം മെസ്സി ആവാത്തതുകൊണ്ട് ബെഡ്ഷീറ്റും ഈ പില്ലോയും ബ്ലാങ്കറ്റൊന്നും അങ്ങനെ അഴുക്കാവാറൊന്നുമില്ല. സോ അതിൽ ഭയങ്കര ഗുണമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ അലക്കിയിട്ടില്ലേ നടുപൊടിയില്ല പതിവ്. വാഷിംഗ് മെഷീൻ വാങ്ങണം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ വാങ്ങണം, അല്ലെങ്കിൽ നടുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ആൻഡ് ഇതാണ് ഒരു കുഞ്ഞ് സ്പേസ് പിന്നെ റൂമിലുള്ളത്. ഇവിടെ എൻ്റെ ഗിറ്റാർ ഇരിപ്പുണ്ട്. ഗിറ്റാറിൻ്റെ ഒരു സ്ട്രിങ് പൊട്ടിയിട്ടോ. ഗിറ്റാർ ഇങ്ങനെ വെച്ചിട്ട് ആരും സങ്കടപ്പെടേണ്ട. ഗിറ്റാർ കവറിലായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ വെച്ചതാ. പിന്നെ കുഞ്ഞൊരു മിറർ, ഇത് ഞാൻ കാർഡ്ബോർഡ് പെട്ടി താഴെ വെച്ചതാ. എസ്തെറ്റിക്കായി തോന്നാൻ വേണ്ടിയിട്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ, ക്ഷമിക്കേ. പിന്നെ ഇതിൽ കുറച്ച് തിങ്സ് ഉണ്ട്. ഒരു ടെഡി ബിയർ ഉണ്ട്. പിന്നെ ഇവിടെയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചത്. കണ്ണാടി എടുത്തായതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് ആരും വിളിക്കാറില്ല. ഇനി വരണമെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇനി വീഡിയോ പുറത്തുവരുമ്പോൾ മനസ്സിലായില്ലേ, ഞാൻ നന്നായിട്ട് ഒഴിഞ്ഞു മാറും. എനിക്ക് എന്താ പറയുക, അറിയത്തില്ല, എനിക്കിഷ്ടമില്ല എൻ്റെ റൂമിൽ ആരും വരുന്നത്. ഇതാണ് എൻ്റെ കുഞ്ഞ് ജനൽ. ഇവിടുന്ന് പുറത്ത് നോക്കിയാൽ അപ്പുറത്തൊരു പറമ്പുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ ചേട്ടൻ ആരെങ്കിലും പശുവിനെ കെട്ടുന്നത് കാണാം, അതല്ലെങ്കിൽ അവിടെ ആരും കാണാറില്ല. ഇടയ്ക്ക് ഞാൻ ഒറ്റമൈനേനെ കാണാറില്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ്. നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ട്. സോ അങ്ങനെ മാത്രമേ ഇവിടെയുള്ളൂ. സോ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. പിന്നെ ഒരു കുഞ്ഞു വാഷ്റൂം ഉണ്ട്. ഇപ്പോൾ വാഷ്റൂം കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെന്താ, ദിസ് ഈസ് മൈ കുഞ്ഞ റൂം. എൻ്റെ ഏറ്റവും വലിയ കംഫർട്ടബിൾ സ്പേസാണിത്. സോ ഇതിലോട്ട് ആരും കയറി വരുന്നത് എനിക്കിഷ്ടമല്ല. സോ ദിസ് ഈസ് മൈ വെരി 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 പേഴ്സണൽ സ്പേസ്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ കംഫർട്ടബിൾ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് ആരെയും കൊണ്ടുവരാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചില ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിലോട്ട് വിളിക്കും. ദേ ആർ വെരി വെരി സ്പെഷ്യൽ ടു മീ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ വേറെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.